ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരെങ്കിലും വലിയ കുടുംബങ്ങളുടെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ കുടുംബമാകുമ്പോൾ ഇന്ന് നമ്മൾ ആധുനിക കാലത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. പ്രത്യേകിച്ചുള്ള ചലഞ്ച് നമ്മുടെ പഴയ തലമുറയിൽ, നമ്മുടെ തൊട്ട് മുമ്പുള്ള തലമുറയിൽ വലിയ കുടുംബമല്ലായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് സപ്പോർട്ട് സിസ്റ്റം കുറവായി പോയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വലിയൊരു തലമുറയാവാൻ, വലിയൊരു കുടുംബമാവാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ തൊട്ട് മുമ്പത്തുണ്ടായിരുന്ന ആളുകളെക്കാൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ കാര്യം നമുക്ക് സപ്പോർട്ട് സിസ്റ്റം ഇല്ല. അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ സപ്പോർട്ട് ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. ഇൻറ്റേർണൽ സപ്പോർട്ട് ബിൽഡ്, ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും സപ്പോർട്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ പലയിടത്ത് ഞാൻ എന്താ പറയുക, കുറ്റപ്പെടുത്തുകയൊന്നുമല്ല, വിധിക്കുകയൊന്നുമല്ല, പക്ഷേ ചില സങ്കടങ്ങൾ കേൾക്കാനിടയായാൽ ഞാൻ പറയുകയാണ്, സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള ഇതിൽ നിന്ന്, കുടുംബത്തിലെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു പരിധിവരെ ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. കുടുംബത്തിലെ കുടുംബം ബാലൻസ് ചെയ്യാതെ നമ്മൾ ഇറങ്ങിപ്പോകുന്നുണ്ട്. അത് ചെയ്യാൻ പാടില്ല. എന്നാൽ സുവിശേഷം പ്രസംഗിക്കേണ്ടെന്നും അല്ല പറഞ്ഞത്. നിങ്ങൾ സുവിശേഷത്തിൽ എവിടെയെങ്കിലും ഭാര്യ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടോ? സുവിശേഷത്തെ പ്രതി സ്വഭവനത്തെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് പല സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ഭാര്യയെ പറയുന്നുണ്ടോ? ഭാര്യയെ പറയുന്നുണ്ടോ ഇല്ലയോ? ഒരു സുവിശേഷത്തിൽ, എനിക്കൊന്ന് മർക്കോസാന്ന് തോന്നുന്നു, ഒരു സുവിശേഷത്തിൽ ഭാര്യ ഉപേക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരും വിഷമിക്കണ്ട, ഭാര്യ ഉപേക്ഷിക്കാനല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭാര്യ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുകയോ അപ്പം പലരും അതെടുത്തിട്ട് ഇടി ഭാര്യ ഉപേക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്, നീ ഇവിടെ ഇരുന്നോ, നീ പിള്ളേരെ നോക്കിയോ, ഞാൻ പോയി സുവിശേഷം പ്രസംഗിച്ചിട്ട് വരാം എന്ന് പോകുന്ന ആളുകളുണ്ട്. പല ഭാര്യമാരുടെയും കണ്ണീരും വേദനകളും ഞാനും എൻ്റെ ഭാര്യയും കേട്ടിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയല്ല, സുവിശേഷം പ്രസംഗിക്കാൻ പോകണം. അതെങ്ങനെയാണ് പോകേണ്ടത്? ഭാര്യ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഡോക്ടർ രാജേഷിനോട് പറയുകയാണ്, എനിക്ക് ഒരു 10,000 രൂപ കടം വേണം, എനിക്ക് ഒരു 5,000 രൂപ തരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ രാജേഷ് പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ പൈസ തന്നേക്കാന്ന് പറയുന്നു. പൈസ തരുന്നു. ഞാൻ വീട്ടിൽ ചെല്ലുന്നു. ഒരാഴ്ചയായിട്ട് ഡോക്ടർ രാജേഷ് ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ ഡോക്ടർ രാജേഷിനെ വിളിച്ച് പറയുകയാണ്, ഡോക്ടറെ, ഞാൻ 5,000 രൂപയെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ 5,000 രൂപ ഉപേക്ഷിക്കുകയാണ്. ഞാൻ ഡോക്ടർ രാജേഷിന് കൊടുക്കാനുള്ളത് അങ്ങോട്ടാണ്. എന്നിട്ട് ഞാൻ വിളിച്ച് പറയുകയാണ്, ഞാനങ്ങ് ഉപേക്ഷിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ നടക്കുമോ? അവിടെ ആരാ ഉപേക്ഷിക്കേണ്ടത്? ഉപേക്ഷിക്കേണ്ടത് ആരാ? കിട്ടാനുള്ളയാളാണ് ഉപേക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായോ? കിട്ടാനുള്ളയാളാണ് ഉപേക്ഷിക്കേണ്ടത്. അതായത് ഭാര്യ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഭാര്യയിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് ഉപേക്ഷിക്കാം, പക്ഷെ അവർക്ക് കൊടുക്കാനുള്ളത് ഉപേക്ഷിക്കേണ്ടത് ആരാ? അത് ഭാര്യ ഉപേക്ഷിക്കണം. അതായത് ഭാര്യയുടെ സമ്മതവും ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഡിസേൺമെൻറ്റും ഇല്ലാതെ നമ്മൾ സുവിശേഷ പ്രഘോഷത്തിന് ഇറങ്ങിയാൽ അതിലൊരു അപകടമുണ്ട്. ചിലപ്പോൾ 100,000 പേര് കേൾക്കുമായിരിക്കും, പക്ഷെ അവിടെ ഫലപ്രാപ്തി ഉണ്ടാവണമെങ്കിൽ ആ കൂട്ടായ്മയിൽ നിന്ന് വേണം ആ സുവിശേഷം പൊട്ടിപ്പുറപ്പെടാൻ. അതായത് എനിക്ക് എൻ്റെ ഭാര്യയോട്, ഇപ്പം ഇന്ന് ഞാനിവിടെ രാവിലെ എഴുന്നേറ്റ് പോരുന്നെങ്കിൽ ഇന്നലെ രാത്രി പിള്ളേർ നേരത്തെ കിടന്നുറങ്ങി ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്നും ഒക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അതൊക്കെ തീരുമാനിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇന്ന് രാവിലെ അവൾ ഓക്കെ ആയിരിക്കും, ഇവർക്ക് ലീവ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് അവൾ കംഫർട്ടബിൾ ആകും എന്ന് അവൾക്ക് ഉറപ്പ് വരുത്തി ഞാനും ഉറപ്പിച്ചിട്ടേ എനിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. നീ നോക്കിക്കോ, മത്തായി 6:31 വചനം വ്യർത്ഥമായിട്ട് ഉപയോഗിച്ച് എല്ലാം കർത്താവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഉത്തരവാദിത്തക്കുറവ് ഉണ്ട് എന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ ഏത് സമയവും കുടുംബത്തെ വെറ്റിക്കിടക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ സുവിശേഷം പ്രസംഗിക്കണം. കാരണം വചനം പറയുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു എങ്കിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. കാരണം സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല, എനിക്ക് ദുരിതം എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയുന്നതാണ്, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷം പ്രസംഗിക്കുന്നില്ല എനിക്ക് ദുരിതം. എൻ്റെ കുടുംബം മറ്റുള്ളവർക്കൊരു സുവിശേഷമാകണം. അതിൽ ചിലപ്പോൾ എന്നെപ്പോലെയോ അല്ലെങ്കിൽ മറ്റിപ്പോൾ ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്നതിലോ പോയി ക്ലാസ് എടുക്കുന്നതായിരിക്കും സുവിശേഷം. ചിലപ്പോൾ ഏതെങ്കിലും ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്നതായിരിക്കും സുവിശേഷം. അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർസെഷൻ ആയിരിക്കും സുവിശേഷം. ഏതെങ്കിലും ഭാഗമായിട്ട് നിങ്ങൾ സുവിശേഷത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1, അതെൻ്റെ കടമയാണ്. 2, അത് ചെയ്യുന്നത് എനിക്ക് ഗുണമാണ്. കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാദങ്ങൾ സുന്ദരമാകും. അതായത് എൻ്റെ യാത്രകൾ സുന്ദരമാകും. എൻ്റെ മുമ്പോട്ടുള്ള വഴികൾ സുന്ദരമാണെങ്കിൽ തമ്പുരാൻ എന്നോട് പറയുന്നു, നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് തമ്പുരാൻ എന്നോട് പറഞ്ഞത്, നീ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എല്ലാവരും ഈശോയെ അറിയുകയാണെങ്കിൽ എത്ര മനോഹരമായിരുന്നു. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾ, ഇപ്പം നമ്മൾ അങ്ങനെയുള്ള ആളുകൾ തപ്പിപ്പോയി നെയ്ബേഴ്സ് ആക്കുക. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഈശോയെ അറിയുകയും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പഞ്ചായത്ത് ഇത്തവണ ഇലക്ഷൻ നടന്നു, ഇലക്ഷന് തിരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ ഈശോയെ അറിയുന്നവരാണെങ്കിൽ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും കേരളവും എത്ര മനോഹരമായിരുന്നു.
എൻ്റെ പ്രിയപ്പെട്ട സുവിശേഷം എന്താ പറയുക, അത് വലുതാവും തോറും ആ നാടും ആ സമൂഹവും നമ്മളും മനോഹരമാവും. നമ്മുടെ ജീവിതവും കഷ്ടപ്പാടുണ്ട്. സുവിശേഷ പ്രസംഗത്തിൻ്റെ കൂടെ തന്നെ അവിടെ പീഡനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അഷ്യൂർഡ് ആയിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ. കർത്താവ് ഒറ്റ കാര്യമാണ് ഉറപ്പായിട്ടും തരാമെന്ന് പറഞ്ഞേക്കുന്നത്. എന്ത്? നിത്യജീവൻ. അതിന് ലക്ഷ്യമായിരിക്കണം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യവും. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വിളിയാണ്, നമ്മുടെ കടമയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ സമൂഹത്തിലേക്ക് നമ്മൾ സുവിശേഷമായിട്ട് ഇറങ്ങുന്ന മിനിസ്ട്രികൾ നമുക്കുണ്ടാകണം. ഇപ്പം എനിക്ക് ഏറ്റവും വിവാഹത്തിന് മുമ്പ് ബൈബിളിൽ പറയുന്നുണ്ട്, ഒരാൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവനെ ഒരു വർഷത്തേക്ക് സൈനിക സേവനത്തിന് വിളിക്കരുതെന്ന്. വായിച്ചിട്ടുണ്ടോ? എനിക്കൊന്നു പഴയ നിയമത്തിൽ ഒരിടത്താണ് സൈനിക സേവനം. അത് ഉദ്ദേശിക്കുന്ന ഇതാണ്, കുടുംബമായിട്ടൊരു ബന്ധം, ഭാര്യയായിട്ടൊരു ബന്ധം അവിടെ ഉണ്ടാകണം. ഒരിക്കൽ എന്നെ ഒരു അച്ഛൻ ഇങ്ങനെ നമുക്കൊരു സെഷൻ എടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യം ഓർമ്മയിലേക്ക് വരികയാണ്. അച്ഛൻ പറയുമായിരുന്നു, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരു മിനിസ്ട്രി രൂപപ്പെടുന്നത്. മിനിസ്ട്രി എന്ന് വെച്ചാൽ നിങ്ങളുടെ വിളി എന്താണ്, ഈ കുടുംബത്തിൻ്റെ വിളി എന്താണ്, എൻ്റെ മിഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ തമ്പുരാനോട് ചോദിച്ച് ആ മിഷനിലേക്ക് നമ്മൾ ഇറങ്ങണം. ഇപ്പം എൻ്റെ മിഷൻ പ്രോ ലൈഫ് മിനിസ്ട്രിയിലാണെങ്കിൽ തന്നെയും അതല്ല, അതിനപ്പുറം എന്തോ ഉണ്ടെന്നുള്ളത് തമ്പുരാൻ ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട്. എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ തമ്പുരാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മിനിസ്ട്രിയിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കുന്നു. ഞാൻ ആ പ്രാർത്ഥനയിലാണ്, ആ ഡിസേൺമെൻറ്റിലാണ്. നമ്മളങ്ങനെ ആണോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ നമ്മുടെ മക്കൾ ഒരുമിച്ച്, ഇപ്പം ശരിയാണ്, ഇപ്പം നമ്മൾ മിഷന് പോകുന്നു, ചില യാത്രകൾ നടത്തുന്നു, എല്ലാം എൻ്റെ ഭാഗമാണ്. പക്ഷേ ഒരു അൾട്ടിമേറ്റ് മിഷനിലേക്ക്, ഒരു വലിയ ഫ്രൂട്ടിലേക്ക് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട്, മാറി നിന്നുകൊണ്ടല്ല, സഭയോട് ചേർന്നുകൊണ്ട് ഈ ഫാമിലിയാരിറ്റീസ് കൺസോർഷ്യം പറയുന്ന മൂന്നാമത്തെ, നാലാമത്തെ കാര്യത്തിൽ ഒന്ന് നമ്മളൊരു കൂട്ടായ്മയാണെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ജീവനെ പരിപോഷിപ്പിക്കുന്നവരാവുക. അതായത് കൂടുതൽ മക്കളെ സ്വീകരിക്കുകയും ഉത്തരവാദിത്തോടെ അവരെ വളർത്തുകയും ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് സമൂഹത്തിൻ്റെ നന്മ, സമൂഹത്തിൻ്റെ വളർച്ചയിൽ പങ്കാളിയാവുക, അല്ലെങ്കിൽ എൻ്റെ ഉന്നമനത്തിന് പങ്കാളിയാവുക. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നവരാണ്. അവിടെ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ആരെ കോംപ്രമൈസ് ചെയ്യരുത്? ഈശോയെ കോംപ്രമൈസ് ചെയ്യരുത്. നമുക്ക് ദൈവം തന്ന ക്രൈസ്തവ ധാർമ്മിക മൂല്യങ്ങളെ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. കാരണം 10 കൽപ്പനകൾ നമ്മളോട് പാലിക്കുന്നവരായിരിക്കണം. അവിടെ വിഗ്രഹാരാധന പാടില്ല, അവിടെ നമ്മൾ എന്താ പറയുക, കള്ളം ചെയ്യാൻ പാടില്ല, അവിടെ മോഷ്ടിക്കാൻ പാടില്ല, അവിടെ തെറ്റായ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. കാരണം അതൊക്കെ സുവിശേഷത്തിന് ദോഷകരമായിട്ട് മാറും ഉതപ്പായി കഴിഞ്ഞാൽ. ജീവനെ പരിപോഷിപ്പിക്കുന്നവരാവുക എന്ന് പറയുന്ന അതിനകത്തുള്ള കുറച്ച് ചലഞ്ചസും കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അപ്പനോ അമ്മയ്ക്കോ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ അപ്പനോ അമ്മയോ, നിങ്ങളുടെ പാരൻസ് 4 അതിൽ അധികമോ മക്കളുള്ള കുടുംബത്തിൽ നിന്നാണെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. നിങ്ങളുടെ അപ്പൻ 4 മക്കളിൽ ഒരാൾ, അല്ലെങ്കിൽ അമ്മ 4 മക്കളുള്ള ഒരാൾ ആണെങ്കിൽ കൈവയ്ക്കുക. ഒന്ന് ചുറ്റും തിരിഞ്ഞു നോക്കിയേ, കൈകൾ എന്തോരം ഉണ്ടെന്ന്. ഓക്കെ, അത്യാവശ്യം. നിങ്ങൾ 4 മക്കളിൽ കൂടുതലുള്ള കുടുംബത്തിൽ നിന്ന് കൈവയ്ക്കുക. ഒരു 4-ൽ 1 കുറഞ്ഞു. ഇനി നിങ്ങൾക്ക് 4 മക്കളോ അതിൽ കൂടുതലുണ്ടെന്ന് കൈവയ്ക്കുക. പ്രൈസ് ദി ലോർഡ്, കുറച്ചുകൂടി കൈ കൂടിയിട്ടുണ്ട്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ജനറേഷൻ ഗ്യാപ്പ് നമുക്ക് മാത്രമുണ്ട്. കുറച്ച് പേരെങ്കിലും കുഞ്ഞു പിള്ളേരുള്ളവരുണ്ട്, അവർ വലിയ കുടുംബമാകും. കുറച്ച് അടുത്ത കോൺഫറൻസിൽ കുറച്ചുകൂടി കൈ പൊങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജീവനെ പരിപോഷിപ്പിക്കാനുള്ളൊരു വിളി നമുക്കുണ്ട്. ഞാൻ പറഞ്ഞു, ലെറ്റർ ടു ദ ഫാമിലീസ്, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, മക്കളെ വളർത്തുക എന്നുള്ളത് ഒരു പ്രേക്ഷിത വേലയാണ്. അപ്പോൾ അതിൽ കൂടുതൽ മക്കളെ സ്വീകരിക്കുന്നത് അത് പലരും പല രീതിയിൽ അതിനെ കാണുന്നു. ചില ആളുകൾ കാണുന്നൊരു കാര്യമുണ്ട്, നമുക്ക് പറ്റുന്ന മക്കളെ സ്വീകരിച്ചാൽ മതി, നമുക്ക് വളർത്താൻ പറ്റുന്ന മക്കളെ സ്വീകരിച്ചാൽ മതി, 1-2 പേരെ മതി, അവരെ നന്നായിട്ടങ്ങ് വളർത്തിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഒരു ഭൂരിഭാഗം പേരും നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ, ഞാൻ ഈശോയെ അറിഞ്ഞവരല്ല, ചുറ്റും നോക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതാണ്. അപ്പം നമ്മൾ എന്തിനാണ് ഈശോയെ അറിഞ്ഞിട്ട് സഭ പറയുന്നു കൂടുതൽ മക്കളെ സ്വീകരിക്കുക? ഇപ്പോൾ തിയോളജി ഓഫ് ബോഡിക്കകത്ത്, ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിനകത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഉത്തരവാദിത്തമുള്ള റെസ്പോൺസിബിൾ പാരൻറ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിലല്ല, മറിച്ച് ഉത്തരവാദിത്വത്തോടെ കൂടുതൽ മക്കളെ സ്വീകരിക്കുക, ഒരു വലിയ കുടുംബമായി മാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഉത്തരവാദിത്തമുള്ള രക്ഷകർത്തൃത്വം എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പോക്കറ്റ് മാത്രം നോക്കിയാൽ പോരാ, എൻ്റെ സാമ്പത്തിക അവസ്ഥ മാത്രം നോക്കിയാൽ പോരാ, ഉന്നതനായ ദൈവത്തിൻ്റെ ആ ഒരു പരിപാലനയിൽ കൂടി ആശ്രയിച്ച് വേണം ഞാൻ മക്കളെ സ്വീകരിക്കാൻ എന്ന് പോളാറാൻ മാർപ്പാപ്പ നമ്മളെ ജീവൻ്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു, ഹ്യൂമാനിറ്റിയിൽ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലരെങ്കിലും കൺഫ്യൂസ്ഡ് ആവാറുണ്ട് മക്കളെ സ്വീകരിക്കുന്ന ഒരു കാര്യത്തിനകത്ത്. ഇത്രയും മക്കളെ സ്വീകരിക്കുമ്പോൾ എനിക്ക് പറ്റുമോ എന്നൊക്കെ ആലോചിക്കാറുണ്ട്. ചിലരെങ്കിലും കൂടുതൽ മക്കളാകുമ്പോഴത്തേക്ക് ഒരു ഇവരെല്ലാം കൂടി നോക്കുന്നതിനകത്തൊരു നീതി പുലർത്താൻ പറ്റുന്നില്ല, ഇവർക്കെല്ലാം കൊടുക്കാൻ പറ്റുന്നുള്ള ചില സങ്കടങ്ങൾ ആളുകൾ പറയുന്ന കേട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ശരിയാണ്. കൂടുതൽ മക്കളാകുമ്പോഴത്തേക്കും കഷ്ടപ്പാടുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷെ അവിടെയെല്ലാം ദൈവാശ്രയം കൂടുന്നില്ലെങ്കിൽ നമ്മൾ കൂടുതൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മളെ സഹായിക്കേണ്ടത്
കൂടുതൽ ദൈവത്തെ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ഒരിക്കൽ ഞാൻ തമ്പുരാൻ്റെ അടുത്ത് ചോദിച്ചു, തമ്പുരാൻ ഇത്രയും പിള്ളേരെയൊക്കെ വളർത്തുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ അവർക്ക് സങ്കടം വരാറുണ്ട്, അത് കിട്ടിയിട്ടില്ല ഇത് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് എല്ലാം കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് സങ്കടം വരാറുണ്ട്. എന്താ തമ്പുരാനെ നീ കൂടുതൽ മക്കളുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ കൂടുതൽ മക്കളുണ്ടാകുമ്പോൾ ഒരു കുടുംബത്തിൽ കുറച്ച് ക്രൈസിസ് ഉണ്ടാവും. ഈ ക്രൈസിസ് കൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ തമ്പുരാനോട് ചോദിച്ചു. അപ്പോൾ തമ്പുരാൻ എന്നോട് ഒരു കഥ ഇങ്ങനെ ഓർപ്പിച്ചു തന്നു. ആ കഥ ഓർപ്പിച്ചു തന്നത് പണ്ട് ഞാൻ എവിടെയോ വായിച്ചു മറന്ന കഥയാണ്. ഒരു കർഷകൻ, പുള്ളിക്ക് ഒരു കൃഷിയുണ്ട്. ആ കൃഷി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ വിളവ് ലഭിക്കും, ചിലപ്പോൾ പ്രതികൂലമാകുമ്പോഴത്തേക്ക് അത് നശിച്ചു വീഴും, വീണ്ടും അത് വളർന്നു വരും. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് ഒരു മടുപ്പ് വന്നു, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും അങ്ങ് ശരിയാവുന്നില്ല. അന്ന് ആവശ്യമുള്ളതെല്ലാം കിട്ടുന്നുമുണ്ട്. അപ്പോഴാണ് ഇവൻ തമ്പുരാൻ്റെ അടുത്ത്, തമ്പുരാൻ ഇത് ശരിയല്ല, നീ ഇടയ്ക്ക് മഴ പെയ്യിക്കും, ഇടയ്ക്ക് വെയിൽ വരുത്തും, ഇടയ്ക്ക് ഒരു മഞ്ഞ് വരുത്തും, ഇത് ശരിയല്ല. ഈ നല്ല മഴയുണ്ടെങ്കിൽ നല്ല വെള്ളം ഉണ്ടെങ്കിലേ ഇതെല്ലാം വളരത്തുള്ളൂ. എൻ്റെ കൃഷി വളരണമെങ്കിൽ നല്ല വെള്ളവും വളവും വേണം. അപ്പോൾ എപ്പോഴും വെള്ളവും വളവും ഉള്ള ഒരു സമയം നീ അനുവദിച്ച് തരാമോ എന്ന് ചോദിച്ചു. ഉടൻ തന്നെ കർത്താവ് ഒരു കാര്യം ചെയ്തു, ദൈവം ഒരു കാര്യം ചെയ്തു, നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഞാൻ ആ കഴിവ് തന്നിരിക്കുന്നു. അത് നിൻ്റെ കൃഷിക്ക് വേണ്ട വെള്ളവും വളവും എത്രത്തോളം കൊടുക്കണോ അത് കൊടുക്കാനുള്ള കഴിവ് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, നീ കൊടുത്തോളാൻ പറഞ്ഞു. അതായത് കാലാവസ്ഥ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഈ കർഷകന് കിട്ടുന്നു. ഈ കർഷകൻ എല്ലാ ദിവസവും സമയമാകുമ്പോൾ രാവിലെയും വൈകുന്നേരവും മഴ പെയ്യിക്കും, ആവശ്യത്തിന് വളവിടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതെല്ലാം ചെയ്ത് ഇവൻ്റെ കൃഷി നന്നായിട്ട് തഴച്ച് വളരാൻ തുടങ്ങി. മരങ്ങളൊക്കെ നല്ല വലുതാവാൻ തുടങ്ങി. ഈ ചെടികളൊക്കെ നന്നായിട്ട് വലുതാവാൻ തുടങ്ങി. ഇവനിത് കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ച്, കണ്ടില്ലേ ഞാൻ പറഞ്ഞതാണ് പോയിന്റ്, ഞാൻ വളർത്തിയതാണ് നല്ല വളർത്ത് എന്നൊക്കെ പറഞ്ഞ് തമ്പുരാൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണു കാണിച്ച് പുള്ളി ഇങ്ങനെ നടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഒരു കൊടുങ്കാറ്റടിക്കുന്നു. ഇവൻ ചെയ്തു വെച്ച സകല കൃഷികളും തകർന്നു വീഴുകയാണ്. എല്ലാ കൃഷിയും അവൻ മറ്റ മരങ്ങളും ചെടികളും എല്ലാം തകർന്നു വീഴുകയാണ്. അങ്ങനെ വീണപ്പം ഇവൻ ചെന്ന് പറഞ്ഞു, ഇത് അനീതിയാണ്, ഇതിങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത്, അനീതിയാണ്, എൻ്റെ കൃഷി എന്തുകൊണ്ട് നശിച്ചു എന്ന് ചോദിച്ചു. നീ കാലാവസ്ഥ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പം കുറച്ചൊക്കെ കാലാവസ്ഥ ഫലം കിട്ടത്തില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ എല്ലാത്തിനും നല്ല ഉറപ്പുണ്ടായിരുന്നു, എല്ലാം നേരെ നിൽക്കുമായിരുന്നു, ഒരു കാറ്റിലും ഒരു കോളിലും അത് വീണിട്ടില്ല എന്ന് തമ്പുരാൻ്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ ഞാൻ കാലാവസ്ഥ നിയന്ത്രിച്ചിരുന്നപ്പോൾ ഇടയ്ക്ക് വേനൽ തന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? അവൻ ചോദിച്ചു, എനിക്കറിയത്തില്ല. വേനലുണ്ടെങ്കിലേ മരങ്ങളുടെ വേര് എന്ത് ചെയ്യത്തുള്ളൂ? താഴേക്ക് വളരത്തുള്ളൂ. വേനലുണ്ടെങ്കിലേ മരങ്ങളുടെ വേര് താഴേക്ക് വളരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വെള്ളം കൊടുത്താലാണ് കൂടുതൽ ഫലമായിട്ടത് വളർന്നു വരുന്നത്. അപ്പം എപ്പോൾ വെള്ളം കൊടുക്കണം, എപ്പോൾ വേനൽ കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയാം. ഒരു വലിയ കുടുംബമാവുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അനുവദിക്കുന്ന വേനലുകളും മഴകളും ആ കുടുംബത്തിൽ മക്കൾക്ക് വേരോടാൻ സഹായിക്കും. നാളെ ജീവിത യാഥാർത്ഥ്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ മറ്റുള്ള ഏത് മരത്തേക്കാളും സ്ട്രോങ് ആയിട്ട് അവർക്ക് നിൽക്കാൻ സാധിക്കണമെങ്കിൽ ദൈവം വളർത്തുന്ന, ദൈവം നനയ്ക്കുന്ന, ദൈവം വേല് തരുന്ന തോട്ടത്തിൽ വേണം അവർ വളരാൻ. ആ തോട്ടമാണ് ജീവൻ്റെ സമൃദ്ധിയുള്ള കുടുംബങ്ങൾ എന്ന് പറയുന്നത്. ആ തോട്ടത്തിൽ കുറവുണ്ടാവും. ഒരിക്കൽ ഒരു 6 മക്കളുള്ള ഒരു കുടുംബത്തിലെ മൂത്ത മകനോട് ഞാൻ ചോദിച്ചു, എടാ കൂടുതൽ മക്കളുള്ളതുകൊണ്ട് നിനക്ക് വിഷമം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചുമ്മാ ചോദിച്ചതാ. ഞാനിങ്ങനെ ഒത്തിരി ഫീഡ്ബാക്ക്സ് കിട്ടിയപ്പോൾ അവനോട് പേഴ്സണലായിട്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്കിളെ ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, പിള്ളേര് അനിയന്മാരും അനിയത്തിമാരും ഉള്ളത് കൊണ്ടല്ല എനിക്ക് വിഷമം, എൻ്റെ അപ്പനും അമ്മയും കുറച്ചും കൂടി എൻ്റെ പഠനത്തിലൊക്കെ എൻ്റെ കൂടെ ഇരുന്ന് എന്നെ പഠിപ്പിച്ചേനെ, എന്നെ കുറച്ചുകൂടി ശ്രദ്ധിച്ചേനെ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് ഇപ്പോൾ എത്ര മാർക്കുണ്ട്? അപ്പോൾ അവൻ 100 96 97 മാർക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതിൽ എത്ര മാർക്ക് നിൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഉണ്ട്, നിൻ്റെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഇത് ഞാൻ തന്നെ പഠിച്ചതാ. അപ്പം ഞാൻ പറഞ്ഞു, അതാണ് ദൈവത്തിൻ്റെയും ആഗ്രഹം. നിൻ്റെ അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നത് അതാണ്. നിൻ്റെ അപ്പനും അമ്മയും നിന്നെ പഠിപ്പിച്ചേനെ. നീ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നെങ്കിൽ, നിനക്ക് കുറച്ച് പിള്ളേർ കുറവായിരുന്നു, നിൻ്റെ സഹോദരങ്ങൾ കുറവായിരുന്നെങ്കിൽ കൂടുതൽ സമയം ചിലപ്പോൾ നിൻ്റെ കൂടെ ഇരുന്ന് മേടിച്ചേനെ. നീ ചിലപ്പോൾ 100ൽ 99 മേടിച്ചേനെ. പക്ഷേ അതിൽ ഒരു 60 മാർക്കേ നിൻ്റെ ഉണ്ടാവത്തുള്ളൂ. ബാക്കി മാർക്ക് ആരുടെയാ? അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ മക്കൾ മിടുക്കരാവണമെന്നാണ്. നമ്മൾ ഒരിക്കലും പിള്ളേർ ഫസ്റ്റ് ആവുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ടോപ്പ് ആവുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ സമ്മർദ്ദം അവർക്ക് കൊടുക്കരുത്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താ? ദൈവത്തെ അറിയാന്നുള്ള, ടു ഗോഡ് ത്രൂ എഡ്യൂക്കേഷൻ. ക്ലാസിക്കൽ കാത്തലിക് എഡ്യൂക്കേഷൻ്റെ ഇതിൽ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ത്രൂ ഗോഡ്. ഞാൻ PC തോമസ് സാറിൻ്റെ അവിടെയാണ്, തൃശ്ശൂരാണ് പഠിച്ചത്. അവിടെ സാറിൻ്റെ എല്ലാ പുസ്തകത്തിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന ടു ഗോഡ് ത്രൂ എഡ്യൂക്കേഷൻ, ടു ഗോഡ് ത്രൂ എഡ്യൂക്കേഷൻ. നമ്മുടെ മക്കളെല്ലാം പഠിച്ച് സമൃദ്ധരായിട്ട് മക്കൾ ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ ആ ഒരു യുവാവുണ്ടല്ലോ,
കർത്താവിൻ്റെ മുമ്പിൽ പോയി നിന്ന യുവാവുണ്ടല്ലോ, നീ സ്വർഗരാജ്യത്തിന് ഒട്ടും അകലെയല്ല, അതായത് അകത്തല്ല, സ്വർഗരാജ്യത്തിനകത്തല്ല, നീ ഇപ്പോഴും പുറത്താണ്. നിനക്ക് ഒരു കുറവുണ്ട്. ആ ഒരു കുറവിലെങ്കിലും അവർ ഉടക്കി കിടക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ദൈവം വളർത്തും. ആ വളർത്തുന്നുള്ള ആംബിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടതാണ് ദൈവഭക്തി, ദൈവത്തിൽ ആശ്രയിച്ച ഒരു ജീവിതം നമുക്കുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പാരൻറ്റിങ്ങിലേക്ക് വരുമ്പം ഞാൻ ഒന്ന് പങ്കുവെച്ചു, അവരോട് സമയം സ്പെൻഡ് ചെയ്യുക, അവർക്ക് നല്ല മാതൃകളാകുക, പിന്നെ അവരെ ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യുക. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചുള്ള കാര്യം ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനസ്സ് തുറക്കും. അപ്പോൾ ഇത്രയും പിള്ളേരുള്ളപ്പോൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യുന്നത്? അതൊരു പ്രശ്നമാണ്. മറ്റുള്ളവർ കോംപ്ലക്സ് അടിക്കും. ഒരാൾ മടി വന്നിരുന്നാൽ മറ്റേ ആൾ ഓടി വന്ന് ഇപ്പുറത്തെ മടിയിരിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് സമയം നമ്മൾ ഇടയ്ക്കൊക്കെ പുറത്തേക്ക് പോകാറില്ലേ? നമ്മൾ സാധനം മേടിക്കാൻ പുറത്തേക്ക് പോകാറില്ലേ? നമ്മളൊരു യാത്രയ്ക്ക് പുറത്തേക്ക് പോകാറില്ലേ? ഓരോരുത്തരെ ടേൺ വെച്ച് കൂട്ടുക, ടേണായിട്ട് ഓരോരുത്തരെ കൂടെ കൊണ്ടുപോയി ഭയങ്കര വ്യത്യാസം അനുഭവിക്കാൻ പറ്റും. ഒരു ദിവസം ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എനിക്ക് ഭയങ്കര വിഷമം വരുന്നത്, എൻ്റെ ഇളയ മകൻ എന്നോട് സംസാരിക്കുന്നില്ല, അവനിപ്പോൾ എൻ്റെ കൂടെ കിടക്കാൻ വരുന്നില്ല, ഞാൻ എന്താ ചെയ്യണ്ടേ? അവന് എത്ര വിളിച്ചിട്ടും അവൻ വരുന്നില്ല, അമ്മേനെ അള്ളി പിടിച്ച് കിടക്കുക, അത് ഭയങ്കര പ്രയാസമാണ്. ഇത്രയും നാളും എൻ്റെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നവനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അവൻ്റെ അടുത്ത് ചൂടായി, ദേഷ്യപ്പെട്ട് അതായിരിക്കാം കാര്യം, പക്ഷെ അവൻ വരുന്നില്ല, അവൻ പേടിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കിടക്കാൻ വിളിക്കണ്ട, ഒരു കാര്യം ചെയ്യേ, നാളെ പുറത്ത് പോകാൻ സാധനം മേടിക്കാൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഇദ്ദേഹം വണ്ടിയെ കയറ്റി, ഇവനെ വണ്ടി കയറി, ഇവൻ ഒന്നും മിണ്ടാതെ സൈഡിലിങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്. കുറേ യാത്ര ചെയ്തു, കുറച്ച് മിഠായി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു, വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കും, ഇവനെ കൊണ്ടു കിടന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? അവന് സ്കൂൾ കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. മറ്റേ പ്രിയ ടീച്ചർ എങ്ങനെയുണ്ട്? പ്രിയ ടീച്ചർ കുഴപ്പമില്ല. അവൻ മാഗി ടീച്ചർ എങ്ങനെയുണ്ട്? മാഗി ടീച്ചർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇവൻ മുഖം ഇങ്ങനെ താഴേക്ക് താത്തി ഇരിപ്പായി. അപ്പോൾ ഇവൻ ചോദിച്ചു, എന്നാ പറ്റിയേ? ഇഷി ഓക്കെ, നിങ്ങൾ ക്ലാസ്സിൽ ഓക്കെ ആണോ? ഉടനെ ഷീസ് ഓക്കെ, ഷീസ് ബെറ്റർ ദാൻ അപ്പ എന്ന് പറഞ്ഞു. ഷീസ് ബെറ്റർ ദാൻ അപ്പ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഭയങ്കര വിഷമത്തിലായിപ്പോയി. കാരണം പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി ഓടണോ അതോ എന്ത് ചെയ്യണമെന്ന് അറിയാതായിപ്പോയി. അവൻ ടീച്ചറെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്, ടീച്ചർ എന്തോ സ്കൂളിൽ പറഞ്ഞ് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. പക്ഷേ അതും പറഞ്ഞ് അപ്പൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല, കാരണം അപ്പനേക്കാൾ ബെറ്റർ ആര് തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം അപ്പം വഴക്കുണ്ടാക്കിയത് അവന് ടീച്ചർ പറഞ്ഞേക്കാൻ വിഷമമായി. അപ്പോൾ ഈ രണ്ട് വിഷമം കൂടി ആയപ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥ. നമ്മുടെ പിള്ളേരൊക്കെ ചില സമയത്തെങ്കിലും വിഷമിക്കാറുണ്ട് ഇങ്ങനൊരു അവസ്ഥയെപ്പെട്ട്. അപ്പം അവിടെ നമ്മൾ ഒറ്റയ്ക്ക് പോയി അവരുടെ കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് ഈശോ തന്നെയാണെങ്കിലും സംസാരിക്കുന്നത് എപ്പോഴും ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ട് പോയാലേ അവിടെ ഒരു ബന്ധം രൂപപ്പെടും. ആ ബന്ധം രൂപപ്പെടുത്തണം. ഇപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും കൂട്ടമായിട്ട് കല്യാണത്തിന് പോകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പോകുമ്പോൾ നമ്മളത് ബാലൻസ് ചെയ്ത് നമ്മളൊരു കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മളൊരു കൊച്ചിനെ കൂട്ടിക്കൊണ്ട് പോവുക. ടേൺ വെച്ച് കൊണ്ടുപോകുമ്പോൾ ഉണ്ടല്ലോ ഇവർക്ക് ഒരുപാട് സംസാരിക്കുകയാണ്. അങ്ങനെ ഇവരോടൊരു ബന്ധം രൂപപ്പെടുത്തുന്ന വഴി നമുക്ക് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമുക്ക് സുവിശേഷമാകാനും സാധിക്കും. മറ്റൊന്നാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, പത്രോസ് ശ്ലീഹ നമ്മളെ ഓർപ്പിക്കും. 1 പത്രോസ് 3:15 എൻ്റെ ഓർമ്മ. അതിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശയെക്കുറിച്ച്, കർത്താവായ ദൈവത്തെ നിൻ്റെ ഹൃദയത്തിൽ പൂജിക്കുവിൻ, നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്നവരോട് വിശദീകരണം നൽകാൻ നമ്മളെപ്പോഴും തയ്യാറായിരിക്കണം. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ, വൈ യു ബിലീവ് ഇൻ ക്രൈസ്റ്റ്, നിങ്ങൾ എന്തിനാണ് അത്രയും കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊരുത്തൻ ചോദിച്ചാൽ അവന് മറുപടി കൊടുക്കാൻ, അവനടുത്ത് തർക്കിക്കാനല്ല, തക്കതായ ജ്ഞാനത്തിൻ്റെ മറുപടി കൊടുക്കാൻ നമ്മൾ റെഡിയായിരിക്കണം. നമ്മുടെ മക്കൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രയും വൈഡായപ്പോഴത്തേക്കും ഈ സോഷ്യൽ മീഡിയ എല്ലാം ദൈവത്തിനെതിരായിട്ടും സഭയ്ക്കെതിരായിട്ടും ക്രിസ്തുവിനെതിരായിട്ടും ക്രൈസ്തവ വിശ്വാസത്തിനെതിരായിട്ടും ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും വിമർശനങ്ങളും കുത്തുവാക്കുകളും പരിഹാസവും ഒരുപാട് ഇവർ കാണുന്നുണ്ട്. നമ്മൾ കാണുന്നില്ലെന്നുള്ളൂ, ഇവർ കാണുന്നുണ്ട്. ഇവരിത് കാണുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഈ ചോദ്യങ്ങളെല്ലാം അലയടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ റെഡിയാവണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളതിന് ഒരുങ്ങണം. പത്രോസ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, നമ്മുടെ പ്രത്യാശയെ പറ്റി നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ കൃത്യമായ ഉത്തരം കൊടുക്കണം. അല്ലെങ്കിൽ പിള്ളേർ നമ്മുടെ അടുത്ത് പിന്നെ വരത്തില്ല. നമ്മളിപ്പോൾ അഴകൊഴ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതിനേക്കാൾ നല്ല മറുപടി ഞെറ്റിന്ന് തന്നെ കിട്ടും. ഇപ്പം മെറ്റായ ഉണ്ട്, AI ഉണ്ട്, അവൻ ചുമ്മാ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന് ഇഷ്ടമുള്ള മറുപടി കിട്ടും. അത് നമ്മുടെ അപ്പനും അമ്മയും അത് കൊടുക്കുമ്പോഴത്തേക്കും, ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണം. ഇപ്പോൾ എൻ്റെ അപ്പനാണ് എനിക്ക് സെക്സ് എഡ്യൂക്കേഷൻ, അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള എന്ത് വിഷയവും എനിക്ക് എൻ്റെ അപ്പനോട് സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് നാളെ അവർ കുടുംബജീവിതത്തിലേക്ക് കിടക്കുമ്പം ഇതൊരു അശുദ്ധമായ കാര്യമാണെന്നോ അല്ലെങ്കിൽ ഇത് അശുദ്ധിയിൽ നിന്ന് വന്നൊരു കാര്യമാണെന്നോ മനസ്സിലാക്കാതെ ഇത് തമ്പുരാനിൽ നിന്ന് വന്നതാണെന്നും ഇതിൻ്റെ ഒരു കൗദാശിക മാനമുണ്ടെന്നും മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അപ്പനും അമ്മ എന്ന നിലയിൽ നമ്മൾ അത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം.
അവരുടേതായ ഭാഷയിൽ അവരുടെ പ്രായത്തിനൊത്ത രീതി. ഞാൻ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ച് ഒരു 1-ാം ക്ലാസ്സുകാരൻ വന്നാൽ അവന് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് നമ്മൾ ബയോളജി അല്ല. ഈശോയിൽ നിന്നാണ് നീ വന്നത്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് പിള്ളേർക്ക് ഇഷ്ടമുള്ളൊരു കഥയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചാച്ചാ ഞാൻ എങ്ങനെ ഉണ്ടായെന്ന് പറയാമോ, ഞാൻ എങ്ങനെ ഉണ്ടായെന്ന് പറയാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാനിങ്ങനെ ചേർത്ത് കിടത്തിയിട്ട് അവനോട് പറയും, എടാ ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ കിടക്കുമായിരുന്നു. ഞങ്ങളുടെ സ്നേഹം കണ്ടപ്പോഴത്തേക്ക് ഈശോയ്ക്ക് തോന്നി ഞങ്ങൾക്കൊരു കുഞ്ഞാവെ തരണമെന്ന്. തോന്നിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ തന്നെ കുഞ്ഞാവാൻ വേണ്ടി ഈശോ എന്ത് ചെയ്തു? ഈശോ ഞങ്ങളെ ഒന്ന് നുള്ളി എടുത്തു. എൻ്റെ അടുത്തുനിന്ന് ഒരു നുള്ളി, അമ്മേനെ ഒന്ന് നുള്ളി, 2 പേരുടെ ശരീരത്തിൽ നിന്ന് ഓരോ കഷ്ണം എടുത്തിട്ട് ചേർത്ത് വെച്ചു. എന്നിട്ട് അമ്മയുടെ വയറ്റിനകത്തുള്ള സഞ്ചിക്കകത്ത് കൊണ്ടുവച്ചു. അവിടെ വെച്ച് നീ വളർന്നു വന്നു. അപ്പം ചേച്ചി ഉണ്ടായില്ല. അപ്പോൾ അടുത്ത ചോദിക്കും ഞാൻ എങ്ങനെ ഉണ്ടായത്? അപ്പം പറഞ്ഞു ചേച്ചി ഉണ്ടായി. കുറച്ച് കാലം ചേച്ചി ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചേച്ചിക്ക് ഈശോയ്ക്ക് ഭയങ്കര സങ്കടമായി. ചേച്ചി ഒറ്റയ്ക്കല്ലേ, ചേച്ചിക്ക് ഒരു കൂട്ടിന് വേണ്ടിയിട്ട് ഒരാളെയും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീണ്ടും ചാച്ചനും അമ്മയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സമയത്ത് ഇത് ഈശോ ഇങ്ങനൊരു കാര്യം. നമ്മൾ അതിനകത്ത് വൃത്തികേടൊന്നും പറഞ്ഞിട്ടുമില്ല. എന്നാൽ നമ്മൾ കൃത്യമായ ബയോളജിയെ പറഞ്ഞു. ഒരു നുള്ള് 2 പേരിൽ നിന്ന് എടുത്തു, ചേർത്ത് വെച്ചു. നാളെ ആ നുള്ള് എവിടെ നിന്ന് എടുത്തതെന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ ആ നുള്ള എങ്ങനെയാണ് അവിടെ വന്നേന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് ഓരോ ഘട്ടത്തിലോ നമ്മൾ എങ്ങനെയാ ആദ്യമേ പഠിച്ചത്? ഭൂമി ഉരുണ്ട് സൂര്യൻ ഇപ്പുറത്ത് പൊങ്ങി വരുവാന്നാണോ, അതോ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു എന്നാണോ? ആദ്യം നമ്മൾ ഭൂമി അച്ചുതണ്ടിൽ കറങ്ങുന്നതാണോ പഠിച്ചത്, അതോ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നതാണോ പഠിച്ചത്? സൂര്യൻ കിഴക്ക് ഉദിക്കുന്നതെന്ന് നമ്മൾ ആദ്യം പഠിച്ചത്. പിന്നീടാണ് നമ്മൾ പഠിക്കുന്നത് സൂര്യൻ കിഴക്കല്ല ഉദിക്കുന്നത്, സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത് അവിടെയാണ് കിഴക്ക്. മാത്രമല്ല സൂര്യൻ ഉദിക്കുന്നതല്ല, സൂര്യൻ അവിടെ നിൽക്കുകയാണ്. ഇപ്പം ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പിന്നാലെ. പക്ഷെ പിള്ളേർക്ക് നാളെ ഇതിൻ്റെ ബാക്കി ചോദിക്കാൻ ഞാനിവിടെ ഉണ്ടടാ, നിൻ്റെ അപ്പൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി എന്നൊരു ഉറപ്പ് അവന് ഉണ്ടാവണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ തെറ്റ് ശരിയും നമ്മളവരെ പഠിപ്പിക്കണം. തെറ്റ് ശരിയും പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഓരോ കാര്യം നമ്മളാദ്യം ശരിയായിട്ട് ചെയ്യണം. മാത്രമല്ല ഇപ്പോൾ ഒരിക്കൽ എൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് പേര് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഈ മോശം ചിത്രങ്ങളൊക്കെ ഈ കാസറ്റിലാണ് വരുന്നത്. CD പെൻ ഡ്രൈവ് ഒന്നുമല്ല, ഇപ്പോൾ യൂട്യൂബ് ഒന്നുമല്ല, കാസറ്റിലാണ് വരുന്നത്. അപ്പോൾ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു, എടാ ഒരു കാസറ്റ് കിട്ടിയിട്ടുണ്ട്, നീ കാണാൻ വരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ ഞാൻ നേരെ പോയത് എൻ്റെ അപ്പൻ്റെ അടുത്തേക്കാണ്. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, അപ്പോൾ ഇങ്ങനൊരു കാര്യത്തിന് അതിനു മുമ്പ് ഇവർ ഒരു ദിവസം ഒരു സ്കൂൾ സ്പോർട്സ് ഡേയുടെ സമയത്ത് സ്കൂൾ അവധിയാണ്. അപ്പം നമ്മൾ പണ്ട് ഇച്ചിരി വലിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് സ്പോർട്സിനൊന്നുമില്ല, നമ്മൾ കാണിയായിട്ടേ ഉള്ളൂ. ആ അവധി നമ്മൾ ആഘോഷിക്കത്തേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പേര് പ്ലാൻ ചെയ്തു, അന്ന് A ലേബലുള്ള ചിത്രം മാത്രം ഇറങ്ങുന്നൊരു തിയേറ്ററുണ്ട്. അപ്പോൾ ആ തിയേറ്ററിൽ പോയി അന്ന് സിനിമ കാണാമെന്ന് ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ്സിൽ കുറച്ച് പേര് 3-4 പേര് സംഘം ചേർന്ന് എന്നോട് ചോദിച്ചു, നീ വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, അപ്പോൾ ഇങ്ങനെ പിള്ളേർ വിളിച്ചു, ഇങ്ങനെയുള്ള സിനിമകൾ കാണുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നോട് എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ, പിന്നെ അതിനകത്ത് കാണുന്ന വൃത്തികേടുകൾ കാണാൻ നീ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള വൃത്തികേട് നീ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത് വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ പേരിനേക്കാൾ മോശം എൻ്റെ പേരിനാണ്. നീ ഒന്ന് ആലോചിക്കുക, നീ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ നീ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പോയില്ല. കാരണം ഇതിലെ ശരിയും നെല്ലും പതിരും തിരിച്ച് അപ്പനെനിക്ക് കാണിച്ചു. നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അവരെ ആജ്ഞാപിച്ച് ഇതാക്കാതെ അധികാരം ഉപയോഗിക്കണം. പക്ഷേ അതിനകത്തുള്ള നന്മ തിന്മകളെ വേറെ മോനെ ഇങ്ങനെ ചെയ്താൽ ഇതാണ് കുഴപ്പം, ഇങ്ങനെ ചെയ്താൽ ഇതാണ് കുഴപ്പം എന്ന് സത്യസന്ധമായിട്ട് അവരുടെ അടുത്ത് സ്നേഹത്തോടെ വരും. അപ്പോൾ അവർ വീണ്ടും മറിച്ചും തീരുമാനം ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ നമ്മൾ അവരെ ചൂടാവാനോ അല്ലെങ്കിൽ ബഹളം വയ്ക്കാനോ പോകണ്ട, മറിച്ച് ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാനൊരു ഉത്തരം പറയാം എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അവരെ പരിചരിക്കാനുള്ളൊരു സമയം നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ ഞാനും പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എല്ലാത്തിനെയും കൂട്ടിയിണക്കുന്ന സ്നേഹം പരിശീലിപ്പിക്കുന്ന കൊളോസ്യർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്. എല്ലാത്തിനെയും കൂട്ടിയിണക്കുന്ന സ്നേഹം. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിണക്കി സ്നേഹത്തിൽ കൊണ്ടുപോകാനുള്ളൊരു പരിശീലനം കുടുംബത്തിൽ നടക്കണം. അതിൻ്റെ ഭാഗമായിട്ട് മക്കളോട് നമ്മൾ വിശ്വാസം പകർന്നു കൊടുക്കണം. യേശു ഏക കർത്താവാണെന്നും മറ്റാരിലും രക്ഷയില്ലെന്നും അസന്നിഗ്ധമായി നമ്മൾ നമ്മുടെ മക്കളെടുത്ത് പറയണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ പേരിൽ നമ്മൾ മുട്ടുമടക്കി കഴിഞ്ഞാൽ മക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ വിഗ്രഹാരാധനയിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും ദ്രവ്യാസത്തിൽ നിന്നും, കാര്യം ദ്രവ്യാസത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? വിഗ്രഹാരാധന തന്നെയായ നമ്മൾ പണത്തിൻ്റെ പുറകെ ഓടുന്നത് മക്കൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വിഗ്രഹാരാധന കയറി വരും, അവർക്ക് അന്യദൈവാരാധന കയറി വരും, വ്യഭിചാരം കയറി വരും. ഈ 1-ാം പ്രമാണോ 6-ാം പ്രമാണോ ഒരുപോലെ ലംഘിക്കപ്പെടുന്നൊരു സാധനമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കൽപ്പന പാലിക്കുന്ന, വിശ്വാസം പകരുന്ന, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന മാതാപിതാക്കളാക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ പർദീസുകളായി മാറും. അതൊരു പ്രോസസ്സാണ്. അതിലൂടെ നമ്മൾ ആയിരിക്കുക. ഞാനായിട്ടെന്നല്ല പറയുന്നത്, ഇതെനിക്ക് ദൈവം തന്ന ബോധ്യങ്ങളും ജീവിക്കുന്ന അനുഭവങ്ങളും ഞാൻ പങ്കുവെച്ചെന്നുള്ളതേ ഉള്ളൂ.
ഇനി ലാസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, കൂടുതൽ മക്കളുണ്ടാകുമ്പം ഞാൻ പറഞ്ഞു, നാളെ നമ്മുടെ മക്കൾക്ക് അത് അനുഗ്രഹമാണ്. ചിലപ്പം ഒരുപാട് സെഷനുകൾ നിങ്ങൾ കേട്ടതിനകത്ത് ഇപ്പോൾ ഡോക്ടർ ഫിൻഡോയോ ഒക്കെ കൂടുതൽ മക്കളുണ്ടാകുന്നതിന് ഗുണങ്ങളോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാകും. നാളെ ഇവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവണമെങ്കിൽ നമുക്ക് കൂടുതൽ മക്കൾ ഉണ്ടാവണം. ഇപ്പം ഞാനും എൻ്റെ അനിയനും ഉള്ളൂ. എൻ്റെ അനിയൻ ഡൽഹിയിലാണ്, അവന് 5ാമത് ക്യാരിയിങ് ആണ്. എനിക്ക് 6 മക്കൾ വീട്ടിലുണ്ട്. അപ്പോൾ എൻ്റെ അപ്പൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് 73 വയസ്സായി. ഇവിടെ ആദ്യമൊക്കെ നീ കൂടുതൽ മക്കളെ സ്വീകരിക്കുന്ന കാണുമ്പോഴത്തേക്ക് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ അതിനെതിരായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നീ അവളുടെ ആരോഗ്യം നോക്കണം, ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ നീ സ്വീകരിച്ചോ, അതാണ് നല്ലതെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ഇത്രയും മക്കളുള്ളത് എന്നെ സംബന്ധിച്ചോളം ഇപ്പം വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു എന്ന് എൻ്റെ അപ്പം പറഞ്ഞു. വചനം പറയുന്നുണ്ട്, പ്രഭാഷകന് പറയുന്നുണ്ട്, പേരക്കിടാങ്ങൾ വൃദ്ധർക്ക് മകുടം, ഓൾഡ് ഏജിലെ ക്രൗണാണ് കുഞ്ഞുമക്കളെന്നാണ് പറയുന്നത്. ദൈവഭക്തൻ ഇപ്രകാരം അനുഗ്രഹിക്കപ്പെടുന്നു പറഞ്ഞിട്ട് ലാസ്റ്റ് എഴുതുന്നുണ്ട്, അവൻ്റെ മക്കളുടെ മക്കളെ കാണാൻ ഞാൻ അവന് ഇടയാകുമെന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കൂടുതൽ മക്കളുണ്ടാകുമ്പോഴത്തേക്കും ഇങ്ങനെ പലപ്പോഴും ഇപ്പം പല സാമ്പത്തിക അവസ്ഥയിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ദൈവം നോക്കിക്കോളൂ. ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. നമുക്കറിയാം, ജെറമ്യാ പറയുന്ന നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, നാശത്തിന് വേണ്ടിയുള്ളത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ഒരു വലിയ സമൃദ്ധിയുള്ളൊരു പദ്ധതി ദൈവത്തിന് മുമ്പിലുണ്ട്. ഒരിക്കൽ 8 മക്കളുള്ള ഒരു കുടുംബത്തിലെ 8ാമനെ മാമോദിസ മുക്കിയ ഒരു അച്ഛൻ, 8ാമത്തെ കൊച്ചിനെ മാമോദിസ മുക്കിയിട്ട് ഈ അച്ഛൻ ആ അനുഭവം പങ്കുവയ്ക്കുകയാണ് എൻ്റെ അടുത്ത്. വർഷങ്ങൾക്ക് മുമ്പ്, 20 വർഷം മുമ്പ് ഞാൻ കൊച്ചച്ചായിരുന്നപ്പോൾ ഒരിടവകയിൽ 8ാമത്തെ കൊച്ചിനെ മാമോദിസ മുക്കിക്കുക. ഞാൻ വിചാരിച്ചു, ഈ ചേട്ടൻ എങ്ങനെ ഈ മക്കളെയൊക്കെ വളർത്തും, ചേട്ടൻ എങ്ങനെ ഈ മക്കളെയൊക്കെ വളർത്തും എന്ന് ഞാൻ ഒത്തിരി ആലോചിച്ചു. 10-20 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് ആ ഇടവകയിൽ ചെല്ലുമ്പോഴത്തേക്കും, അന്ന് ഈ ചേട്ടൻ റബ്ബർ വെട്ട് നടത്തി ഇദ്ദേഹം ഒരു ചായ്പിൽ കുടികിടപ്പ് കിട്ടിയ ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഈ മനുഷ്യനെ 8 മക്കളെ ഇങ്ങനെ വളർത്തുമെന്ന് ചിന്തിച്ചാണ് ഞാൻ അന്ന് ഈ മാമോദിസ മുക്കി. ഞാൻ ഒരു വൈദികൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ഞാൻ അവരുടെ അവസ്ഥ കണ്ട് ആലോചിച്ചു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ആ ഇടവകയിൽ ചെന്നപ്പം ഈ ചേട്ടൻ്റെ വീട് ഇരുന്നിടത്ത് ആ വീട് കാണാനില്ല. ഞാൻ ആ വണ്ടിയിലിരുന്നവരോട് ചോദിച്ചു, ഈ ചേട്ടൻ്റെ വീട് എവിടെയാണ്, ചേട്ടൻ എവിടെ പോയി? ഞാൻ വിചാരിച്ചു ഇവിടെ നാട് വിട്ട് പോയി കാണും എന്ന് വിചാരിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവരൊരു വലിയൊരു വീട് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അതാണ് ആ ചേട്ടൻ്റെ വീട്. ഇപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ചേട്ടൻ ഏത് റബ്ബറാണോ വെട്ടിക്കൊണ്ടിരുന്നത് ആ റബ്ബർ തോട്ടം ചേട്ടൻ മേടിച്ചു. കാരണം ആ റബ്ബർ തോട്ടത്തിൻ്റെ ഉടമയ്ക്ക് മക്കളില്ല, 2 പിള്ളേരേ ഉള്ളൂ. അവർ 2 പേരും വിദേശത്താണ്. ഈ റബ്ബർ തോട്ടം നോക്കാൻ ആളില്ല. മാത്രമല്ല ഈ ചേട്ടന് 8 മക്കളുണ്ടായിരുന്നത്. മൂത്തവര് കഷ്ടപ്പെട്ടാണെങ്കിലും പഠിച്ചെടുത്ത് ഡിപ്ലോമ എടുത്ത് പോളിടെക്നിക് പഠിച്ച് വിദേശത്തേക്ക് പോയി. വാലേ വന്നവരെയൊക്കെ ഇവനും കൊണ്ടുപോയി. കുറേ പേര് രക്ഷപ്പെട്ടു, കുറേ പേര് പിന്നെ പുറകെ വന്നവർക്കെല്ലാം കൂടുതൽ പണം മൂത്ത മക്കളിൽ നിന്ന് കിട്ടിയുകൊണ്ട് ഇവരുടെ വിദ്യാഭ്യാസവും മനോഹരമായി. അങ്ങനെ എല്ലാ മക്കളും രക്ഷപ്പെട്ടു വന്നപ്പോഴത്തേക്കും ചേട്ടന് സമ്പത്തായി. ഇപ്പം ചേട്ടൻ റബ്ബർ വെട്ടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രമുണ്ട്. അത് നമ്മുടെ മക്കളിൽ കൃത്യമായി വന്നു ഭവിച്ചുള്ളൂ. പിന്നെ നമുക്കൊരു 8 മക്കളുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നമുക്ക് ബന്ധങ്ങളുണ്ടാവും. ഒന്നുമില്ല, ഇവരെല്ലാം കെട്ടിപ്പോയി 8 കുടുംബങ്ങളുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാവും. ഒരു അച്ഛൻ, ഒരു കന്യാസ്ത്രീ, 2ാമത് സഭകളുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ഒരാൾ കർഷകൻ, ഒരാൾ ബിസിനസ്സുകാരൻ, ഒരാൾ ഇവരെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ദൈവത്തിൽ ആശ്രയിച്ചിട്ട് കൂടുതൽ മക്കളെ സ്വീകരിച്ചിട്ട് ഏതെങ്കിലും കുടുംബങ്ങൾ തകർന്നു പോയ ചരിത്രമുണ്ടോ? ഇല്ല. കഷ്ടപ്പെട്ട ചരിത്രമുണ്ട്, പക്ഷെ തകർന്നു പോയിട്ടില്ല. കഷ്ടപ്പെടാൻ നമ്മൾ റെഡിയായിരിക്കണം. മക്കളെ വളർത്തുക എന്ന് പറയുന്നത് ദൈവാശ്രയത്തിൽ ഊന്നി വേണം. അസുഖങ്ങൾ വരെ, എൻ്റെ മൂത്ത കുഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുന്നത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. 2ാമത്തെ അവൻ വലിവും കാര്യങ്ങളൊക്കെ ആയിട്ട് പലതവണ ICU കയറി ഇറങ്ങിയിട്ടുണ്ട്. 4ാമത്തെ കുഞ്ഞ് ഒരിക്കൽ മരുന്ന് എടുത്ത് കുടിച്ച്, പാരസെറ്റമോൾ എടുത്ത് കുടിച്ച് അപകടാവസ്ഥ തരണം ചെയ്ത് ഞാൻ ഓർക്കുന്നു. 5ാമത്തെ കുഞ്ഞിൻ്റെ ലങ്സിനകത്ത് പഴുപ്പ് കെട്ടി അവൾ ICU കിടക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇതെല്ലാം, ഈ അവസ്ഥകളിലെല്ലാം തമ്പുരാൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നു. അനുഭവിക്കാൻ സാധിച്ച ദൈവം തന്ന ആ പരിപാലന നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചുകൊണ്ട്